ഇന്നത്തെ ദൈവവചനം ക്ഷമയെ കുറിച്ചിട്ടാണ്. ദൈവവചനം ഇങ്ങനെ വായിക്കാൻ കഴിയും. മത്തായി 6:14-15 വാക്യങ്ങള്. നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാതിരുന്നാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല. ഒരാൾക്ക് ക്ഷമ കൊടുക്കണം എന്നത്, അല്ലെ നമ്മൾ ക്ഷമിക്കണം എന്നത് ദൈവത്തിന്റെ ആഗ്രഹം, പറഞ്ഞിരിക്കുന്ന ഒരു കൽപ്പനയാണ്. ഇത് ചെയ്യാതിരുന്നാല് അതിന്റെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പിഴകളെയും ദൈവം ക്ഷമിക്കുകയില്ല എന്ന്. കാരണം നമ്മൾ ഈ നിമിഷം വരെ നിലനിൽക്കുന്നത് നമ്മുടെ മഹത്വം. നമുക്ക് ദൈവം തന്ന ഒരു ക്ഷമയുണ്ട്. ആ ക്ഷമ അനുഭവിച്ച് നിന്നവരായ നമ്മൾ, ദൈവത്തിന്റെ കരുണ അനുഭവിച്ച് നമ്മൾ മറ്റുള്ളവർക്കും അത് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. കൊലോസ്യർ 3:13 പറയുന്നത് പോലെ, കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും അന്യോന്യം ക്ഷമിപ്പിൻ. നമ്മുടെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലായാലും, നമ്മുടെ ഏത് വേദനകളിലായാലും, നമ്മളെ വേദനിപ്പിച്ചവർ ചിലപ്പോൾ നമുക്ക് അത്ര വേണ്ടപ്പെട്ടവരായിരിക്കും. നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത അനുഭവങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ. എന്നാലും ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത് ക്ഷമിക്കുവാനാണ്. ദൈവം നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഏതൊരാളോട് ക്ഷമിക്കാൻ കഴിയും, അവരെ സ്നേഹിക്കുവാൻ കഴിയും. അത് കാരണം നമുക്ക് തന്നെയാണ് എല്ലാ തരത്തിലും ഗുണങ്ങളുണ്ടാകുന്നത്. ഇന്ന് നമ്മൾ ക്ഷമിക്കാതിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് മേലും മനസ്സിന്മേലും അനുഭവിക്കുന്ന വേദനകൾ, അവ സമാധാനമില്ലാതെ നമ്മളിങ്ങനെ അതിനെപ്പറ്റി ചിന്തിച്ച് നമ്മൾ ദുഃഖിച്ച് തളർത്തേണ്ടി വരും. എന്നാൽ നമ്മൾ ക്ഷമിക്കപ്പെട്ടാലോ നമ്മുടെ സമാധാനം, നമുക്ക് ഹൃദയത്തിന്മേൽ സമാധാനം അനുഭവിച്ചറിയാനും കഴിയും. അതോടൊപ്പം തന്നെ ദൈവം വീണ്ടും നമ്മുടെ പാവങ്ങളെ ക്ഷമിച്ച് നമുക്ക് വേണ്ടി വീണ്ടും കരുണ കാണിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് എല്ലാവർക്കും മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ എത്ര വലിയ വേദനകളെ ക്ഷമിക്കാൻ ദൈവം സഹായിക്കട്ടെ എന്ന്